രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് കേട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. കേരള സിലബസ് പഠിച്ച കുട്ടികൾക്ക് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു 6-ാം ക്ലാസ്സിലോ 7-ാം ക്ലാസ്സിലോ എങ്ങാണ്ടാണ് ആ പദ്യമുള്ളത്. നല്ല രസമാണ് അത്. ഈ വഞ്ചിപ്പാട്ടിൻ്റെ ആ ഒരു ഈണമായതുകൊണ്ട് തന്നെ ബൈ ഹാർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമുണ്ടായിരുന്നു. എനിക്ക് എല്ലാ കവിതകളും പഠിക്കുന്നതിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ചിലപ്പോൾ 1-2 ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. എന്നാലും കവിതകൾ നമുക്ക് ഇത്രയും നാളായിട്ട് ഓർമ്മ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. അത് ഇതിൻ്റെ ഈണം തന്നെയാണ്. അതിൻ്റെ ഈണം, അതിൻ്റെ താളം, ഇതൊക്കെയാണ് അതിൻ്റെ റീസൺ. പിന്നെ അതിൻ്റെ വരികളും നല്ല രസമുള്ളതാണ്. ഇപ്പോൾ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എല്ലാവർക്കും, കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി മധുരയിൽ ചെല്ലുകയാണ്. അപ്പോൾ കൊട്ടാരത്തിൽ ചെല്ലുകയാണ് തൻ്റെ ബാല്യകാല സുഹൃത്തിനെ കാണാൻ വേണ്ടി. സുഹൃത്ത് ഇപ്പോൾ രാജാവാണ്. രാജാവിനെ കാണാൻ ദരിദ്രനായിട്ടുള്ള കുചേലൻ ചെല്ലുന്നത് അവിലിൻ്റെ കെട്ട് പൊതിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗമാണ് രാമപുരത്ത് വാര്യർ ഈ ഒരു കവിതയിൽ, ഈ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ ചൊല്ലാൻ പോകുന്ന ഈ ഒരു വരികളിൽ പ്രതിപാദിക്കുന്നത് കേട്ടോ. അപ്പോൾ ചൊല്ലാം. ആഴിമകളും ഒരുമിച്ചൊരു കട്ടിന്മേലന്നേരം 7-ാം മാളിക മുകളിൽ ഇരുന്നരുളും 7-2 വാഴിയായ തമ്പുരാനത്രയും താഴെ തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു. കണ്ടാലത്ര കഷ്ടമത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തെറ്റുടുത്തിട്ടുത്തരീയവുമിട്ടു. മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകം രണ്ടും കൂടെ കക്ഷത്തുങ്കലിറുക്കിക്കൊണ്ടു. ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരകീണ മുദ്രയും മുഖരമായ പോളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിദ്രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മേ ചെല്ലും. എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. തിത്തിത്താരാതിത്തിത്തേയ് തിത്തേയ് തകതെയ്തെയ്തോ തിത്തിത്താരാതിത്തിത്തേയ് തിത്തേയ് തകതെയ്തെയ്തോ തിത്തിത്താരാതിത്തിത്തേയ് തിത്തേയ് തകതെയ്തെയ്തോ. ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് പഠിച്ച ആളുകളൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു കവിതയായിരിക്കും ഇത്.